നമസ്കാരം. നമ്മളിപ്പം പൂമരത്താണിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിലെ പുറത്തുശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഗ്രാമമാണല്ലോ, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം കൊണ്ട് പറഞ്ഞു ഗ്രാമം പ്രദേശമാണ്. തൊട്ടടുത്ത് കല്ലട ദേവീക്ഷേത്രം, കല്ലട മുത്തി എന്നാണ് നമ്മളിവിടെ ഇവിടുത്തെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അവിടെ ദേവിയെ വിളിക്കുന്ന, ആദരപൂർവ്വം വിളിക്കുന്ന പേര് കല്ലട മുത്തി. അപ്പോൾ കല്ലട മുത്തിയുടെ മണ്ണിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വരാൻ കാരണം ശ്രീകുട്ടി എന്ന് പറയുന്ന എൻ്റെ സഹോദരിയുണ്ട്, അവളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ മുഖപുസ്തകത്തിൽ കൂടി പരിചയപ്പെട്ടതാണ്. അപ്പം ഈ ശ്രീകുട്ടിയുടെ കുറേ കൂട്ടുകാരും ബന്ധുക്കളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരും അത് ശ്രീകുട്ടി അവിടെ ഹരിപ്പാട് സ്വദേശിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ കൈശോരി എന്ന് പറഞ്ഞ കൈകൊട്ടിക്കളി സംഘമുണ്ട്. ഒരു വലിയ കലാകാരികളാണ് അവിടെ. എല്ലാ തരത്തിലും നൃത്തത്തിൻ്റെ എല്ലാവിധ അഭ്യാസങ്ങളും അതിൻ്റെ മുറകളും ഒക്കെ പഠിച്ച് കൈകൊട്ടിക്കളി ഇപ്പോൾ പൊതുവെ കേരളത്തിലെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം തിരുവാതിരയ്ക്ക് സാമ്യമായിട്ട് പോകുന്ന, തിരുവാതിരയോട് സാമ്യപ്പെടുത്തുന്നതല്ല എങ്കിൽ പോലും തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പോകുന്ന ഒരു കലയാണ് ഈ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. എല്ലാവരും ഇത് പലയിടത്തും 10, 40, 50 ടീമൊക്കെ വെച്ച് എന്താ പറയുക ഈ മത്സര ഇനത്തിൽ കണ്ടിട്ടുണ്ട്, വലിയ മത്സര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനല്ല. കൈശോരി എന്ന് പറയുന്ന ടീം ഇവർ ഏകദേശം 17 പേരല്ലേ, 17 പേരോളം അടങ്ങുന്ന ടീമുണ്ട്. ഇവർ ശരിക്കും ഇതൊരു കലാരൂപമായിട്ട് മാത്രം ക്ഷേത്രങ്ങളിലോ അല്ലെ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ, മറ്റ് ദേവാലയങ്ങളിലൊക്കെ അവർ ക്ഷണിക്കപ്പെടുന്ന ഇടങ്ങളിൽ അവർ പോയി അവിടെ ഒരു കലാരൂപമായി മാത്രം അവതരിപ്പിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നു, അതിനെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്നു, ആ കലയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊരു മത്സര ഇനമായിട്ട് അവർ ഇതുവരെ ചെയ്തിട്ടില്ല, മുന്നോട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പ്രിയപ്പെട്ട രമ്യ ആണ് അത് നയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇവരുടെ ഗുരുസ്ഥാനിയായിട്ട് പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറുണ്ട്. പിന്നെ അപ്പുറത്ത് ബിന്ദു ചെയ്യുന്നു, നിജ, പിന്നെ ലത, ശ്രീമോൾ. അപ്പോൾ ഇവരൊക്കെ അടങ്ങിയ ഒരു 17 അംഗ ടീമാണ്. എന്തായാലും ശരി, കൈശോരിയെ കുറേ ദീർഘനാളായിട്ട് ഞാൻ പരിചയപ്പെടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ്. ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ വന്നപ്പം ഇവരെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളിപ്പം തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പം ഞങ്ങളിവിടെ യാത്ര പോയപ്പോൾ കൈശോരിയെ ശരിക്കും അന്വേഷിച്ചു വന്നതാണ്. ഞാൻ ഇവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇവരുടെ കൈകൊട്ടിയുടെ ഈ കളിയുടെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കാണാം. വളരെ മനോഹരമായിട്ട്, വളരെ അച്ചടക്കത്തോടു കൂടി, വളരെ നിഷ്ഠയോടുകൂടി, ചിട്ടയോടുകൂടിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അതിലൊരു എന്താ പറയുന്നത്, അതിലൊരു മനോഹാരിതയുണ്ട്. അപ്പോൾ ആ മനോഹാരിതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെന്ന് കാണുന്നത്. അവർക്കിപ്പം വന്നപ്പോൾ നമ്മുടെ പൂമരത്തിൻ്റെ വൃക്ഷപഥത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശോകമകറ്റുന്ന, ദുഃഖമകറ്റുന്ന ഒരു സങ്കല്പമുള്ള അശോകം അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ശരിയായ എൻ്റെ രമ്യയും ബിന്ദു ടീച്ചറെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിതങ്ങ് സമ്മാനിക്കാൻ. എൻ്റെ ഒപ്പം നമ്മുടെ മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി പ്രിയപ്പെട്ട തയ്യിൽ ശിവൻ ചേട്ടൻ നമുക്ക് ഒപ്പമുണ്ട്, എൻ്റെ ബന്ധുവാണ്. നമുക്ക് എന്തായാലും ശരി വരും, നമുക്ക് ഒരുമിച്ച് അങ്ങ് ആൾക്ക് കൈമാറും. ശരി, എല്ലാവരും ടീച്ചറടക്കം എല്ലാവരും ചേർന്ന് വാങ്ങിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഇതവിടെ നമ്മുടെ മൂലയ്ക്ക് നട്ടേക്കണം. നാളെ അവിടെ പൂജ കഴിക്കുന്ന പൂവാണ്. ഓക്കെ, താനുമാകും, ഫലവുമാകും. ശരി.